Hello guys, welcome to ILNI Signate Daily News Analysis IDNA. നമ്മളിന്ന് മാർച്ച് 20-21 ദിവസങ്ങളിലെ ന്യൂസ് പേപ്പർ അനാലിസിസ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിൻ്റെ ആയതുകൊണ്ട് IDNA സെഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്കിന്ന് 2 ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് നോക്കാം. ഫൈൻ. നമ്മൾ പ്രധാനമായിട്ടും 7 ആർട്ടിക്കിൾസ് നോക്കുന്നുണ്ട്. അതിൽ വെച്ചാൽ ഫസ്റ്റ് വെച്ചാൽ ഒരു എഡിറ്റോറിയലാണ്. അത് ആക്ച്വലി നമ്മളിപ്പം റീസെൻ്റ്ലി ഒരു ജനറിക് ഡ്രഗ്സിൻ്റെ കേസിന് അതൊരു പാറ്റൻറ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് ഇന്ത്യയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പം കുറച്ച് ദിവസമായി പറയുന്ന ആ ഒരു മെറ്റേണിറ്റി ലീവ് അഡോപ്റ്റിംഗ് മദേഴ്സിന് കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആ പാരൻ്റൽ ലീവ് പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന കാര്യം ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നത്. അതൊരു ഓപ്പൺ എഡിറ്റോറിയലാണ്. ഓക്കെ, പിന്നീട് ശേഷം നമുക്കറിയാം ആ ഒരു നമ്മുടെ വെസ്റ്റ് ഏഷ്യ ക്രൈസിസിൻ്റെ ഒക്കെ ഫർദർ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പം LNG ആ ഒരു ഓയിൽ റിഫൈനറി കാര്യങ്ങളൊക്കെ ഖത്തറിലുള്ളത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഒരു കുറച്ചും കൂടെ റീസെൻ്റ്ലി നമ്മൾ നാളെ March 22 വേൾഡ് വാട്ടർ ഡേ ആണ്, ലോക ജലദിനാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിൽ എന്താ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലെയിൻഡ് പേജാണ്, ആർട്ടിക്കിളാണത്. ഓക്കെ, അതവിടെ സംസാരിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വെച്ചാൽ ട്യൂബർക്ലോസിസ്, ക്ഷയം വുമൻ എങ്ങനെയാണ് ബാധിക്കുന്നത്, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വെച്ചാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വെച്ചാൽ നമ്മുടെ മഹാസത്യാഗ്രഹ എന്നുവെച്ചാൽ റിലേറ്റഡ് ടു BR അംബേദ്കർ അല്ലേ. അപ്പോൾ അംബേദ്കർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാസത്യാഗ്രഹ ഉണ്ട്. അതിൻ്റെ ഒരു 100ാമത്തെ വാർഷികം ഈ ഒരു നെക്സ്റ്റ് വർഷം വരുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കിന്ന് അടുത്ത ഓരോ ആർട്ടിക്കിളിലേക്കും ഡീറ്റെയിലായിട്ട് നോക്കാം. ഫൈൻ. ഫസ്റ്റത്തെ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് വരുന്നത് GS3 സയൻസ് ആൻഡ് ടെക്നോളജി, ഹെൽത്ത് ആ റിലേറ്റഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വരുന്നതെന്ന് വെച്ചാൽ ഓൺ GLP-1 ഡ്രഗ്സ് മാസ് ആക്സസ് വിത്ത് വിജിലൻസ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെമാഗ്ലൂട്ടൈഡ് എന്നൊരു ഇതുണ്ട്, അതിൻ്റെ പേറ്റൻറ്റ് എക്സ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം പേറ്റൻറ്റ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഇന്നോവേഷൻ കൈൻഡ് ഓഫ് സംഭവം നമ്മുടെ ഇവിടുത്തെ തന്നെ ആയിട്ടുള്ള ഡ്രഗ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കമ്പനികൾക്ക് യൂസ് ചെയ്യാനും അത് വെച്ചിട്ട് ജനറിക് ഡ്രഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്താ പറയുക ദ എക്സ്പയർ ഓഫ് സെമാഗ്ലൂട്ടൈഡ് പാറ്റൻറ്റ് ഇൻ ഇന്ത്യ മാർക്സ് എ ടേണിംഗ് പോയിന്റ് ദ കൺട്രീസ് പബ്ലിക് ഹെൽത്ത് ട്രജക്ടറി. ഓക്കെ, ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ആ സംഭവം യൂസ് ചെയ്തിട്ട് പല ബ്രാൻഡുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ വെച്ചാൽ ഈ ഒസെംബിക്, ഗോവി, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ലൈക്ക് കൈൻഡ് ഓഫ് ആ രീതിയിൽ നമ്മൾ അത്രയും നോക്കാൻ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന ഇന്ത്യ അറിയപ്പെടുന്നല്ലേ. അപ്പോൾ അത്രയും രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായി ജനറിക് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആക്ച്വലി എന്താ ആ കൈൻഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 1/3 to 1/5 ഓഫ് ദ പ്രൈസ് പോയിന്റ് അത്രയും കുറച്ചുകൊണ്ട് 1/3 ആ ഒരു രീതിയിൽ 1/5 രീതിയിൽ കുറച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതാണ് ആ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ ഒരു നമുക്കറിയാം ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക ഇന്ത്യയിലാണെങ്കിൽ മിഡിൽ ഇൻകം, ലോവർ ഇൻകം ആയിട്ട് ഒരുപാട് ഫാമിലീസ് വരുന്നത് അല്ലേ, ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരിലേക്ക് ഈ ഒരു ഡ്രഗ് കൈൻഡ് ഓഫ് എന്താ പറയുക ഈ ഒരു മെഡിസിൻ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താ പറയുക ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് these drugs regulate type 2 diabetes, aid sustained weight loss and lower cardiovascular risk. ഓക്കെ, എന്താ പറയുക ആ രീതിയിൽ മെറ്റബോളിക് ഡിസീസുകൾ അതല്ലാതെ ഈ ഒരു കൈൻഡ് ഓഫ് ഒബേസിറ്റീനെ ഇതാക്കുന്ന രീതിയിലുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് കാര്യങ്ങൾ അങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണിത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് എത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതാ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അവിടെയൊക്കെ പറഞ്ഞ കാര്യം ഈ ഒരു പേറ്റന്റ് എക്സ്പയർ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ എഡിറ്റോറിയൽ ഫസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു മിസ്യൂസ് ഒക്കെ ചിലപ്പം ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താ ഈ സംഭവം നോട്ട് ഡിസൈൻഡ് ഫോർ കാഷ്വൽ ഓർ കോസ്മെറ്റിക് യൂസ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമ്മൾ ഒബീസിറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഹെൽത്ത് കൈൻഡ് ഓഫ് BMI കാര്യങ്ങളൊക്കെ ഡാറ്റ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് എന്നുള്ളത്. പക്ഷേ ഈ സംഭവം നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സെയിം കൈൻഡ് ഓഫ് ഇന്ത്യൻ്റെ ആ ഒരു ജനറ്റിക്സ് കാര്യങ്ങൾ ഡാറ്റാസ് ഡീറ്റെയിൽസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇല്ലെങ്കിൽ പല രീതിയിൽ ക്ലിനിക്കൽ സയൻറ്റിഫിക് കൺസേൺസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്ന എന്താ
global prescribing thresholds such as BMI cutoffs are based largely on Western populations and may sit uneasily in the Indian context. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു ഇതുണ്ട്, CDSCO, എന്താ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇവർ ഇതിനെ എന്താ GLP-1 മെഡിസിൻസ് ആസ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്, ആ രീതിയിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് വാലിഡ് പ്രിസ്ക്രിപ്ഷൻ ആർ മാൻഡേറ്ററി ഫോർ പ്രൊക്യൂർമെന്റ്. ഓക്കെ, വാലിഡ് പ്രിസ്ക്രിപ്ഷന് വേണ്ട മെഡിസിൻസ് ആണ് ഈ GLP-1 മെഡിസിൻസ് ഉള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഈ രീതിയിൽ ഇതിനെ എന്താ പറയുക കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, CDSCO ആണ് ഇതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെന്താ ആക്ച്വലി വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പം ഇന്ത്യ എന്നുള്ളത് എന്താ ഒരുപാട് പേര് കൗണ്ടറിൽ പോയി സാധനം വാങ്ങുക, അങ്ങനെയൊക്കെ രീതിയിൽ ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത്. ഈ ഫാർമസിക്കൽ ആ ഒരു സാധനം വാങ്ങുന്നവരൊക്കെ, ഡ്രഗ്സ് മെഡിസിൻസ് ഒക്കെ വാങ്ങുന്നതിൽ. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും ആ ഒരു കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഉണ്ടാകണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാധനം ശരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, കൺസേണായി മാറാൻ ചാൻസ് ഉണ്ട് ഇന്ത്യൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താ ടൈറ്റായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പ്രോട്ടോകോൾസ്, റോബസ്റ്റ് ഫാർമോകോവിജിലൻസ് സിസ്റ്റംസ്, കൂടാതെ ആ ഒരു ക്ലിയർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ശരിക്കും ഗാർഡ് റെയിൽസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം രീതിയിലാണ് ഇവിടെയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചാൽ നിങ്ങൾക്കൊരു കൾമിനേഷൻ ഓഫ് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒന്ന് റീകാൾ ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ബോക്സ് ആയിട്ട് ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ തന്നെ പറയുന്നുണ്ട് GLP-1 എന്ന് വെച്ചാൽ ഗ്ലൂക്കാഗൺ ലൈക്ക് പെപ്റ്റൈഡ് 1 അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത്. ഓക്കെ, സംഭവം എന്നുള്ളത് എന്താ സ്റ്റിമുലേറ്റ്സ് ഡിക്രീസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. ഓക്കെ, ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഗട്ട് ഹോർമോൺ കേട്ടോ. ആ രീതിയിലാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് GLP-1 എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എന്താ ഈ സെമാഗ്ലൂപ്റ്റൈഡിൻ്റെ പാറ്റന്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അലോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് എക്സ്പയർ ആയതുകൊണ്ട് അതെന്താ നമുക്ക് ഗുണം എന്തുണ്ടാകുന്നത് ആക്ച്വലി വെച്ചാൽ 1/3 to 1/5 രീതിയിൽ കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, വേറെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഷെഡ്യൂൾ എസ് കാറ്റഗറി വരുന്നുണ്ട് ഇതിനകത്ത്. അത് കൊടുക്കുന്ന ആരാ CDSCO ഫുൾ ഫോം ഇവിടെ പറയുന്നുണ്ട് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ എസ് വെച്ചാൽ എന്താ ഈ ഒരു വാലിഡ് പ്രിസ്ക്രിപ്ഷൻ മസ്റ്റാണ്, ആ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, വേറെ നമ്മളിപ്പോൾ ഈ കൺസേൺ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു വെസ്റ്റേൺ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴുള്ള കൺസേണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതൊക്കെയാണ് ഫസ്റ്റത്തെ ഒരു ആർട്ടിക്കിൾ വരുന്നത്. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്തതെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാം എന്താ ഒരു സുപ്രീം കോർട്ട് ആ ഒരു 12 വീക്ക് ആ ഒരു മെറ്റേണിറ്റി ലീവ് എന്നുള്ളത് ഏജ് ലിമിറ്റിൻ്റെ ഒരു ഇതില്ലാതെ തന്നെ എല്ലാ ഓപ്ഷൻ ആ ഒരു ചെയ്യുന്ന മദേഴ്സിനും കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ആക്ച്വലി വരുന്നത് പൊളിറ്റി, ജുഡീഷ്യറി, ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൻ, വൾനറബിൾ സെക്ഷൻസ് രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സിലബസിൽ. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റിസ്റ്റോറിങ് റൈറ്റ്സ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഉള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി മെറ്റേണിറ്റി ലീവ് എന്നുള്ളത് ഫോർ വർക്കിംഗ് വുമൻ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ടാണ് കോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡോപ്റ്റീവ് മദേഴ്സിനായാലും 12 വീക്സ് ഓഫ് ആ ഒരു പെയ്ഡ് മെറ്റേണിറ്റി ലീവ് എന്നുള്ളത് എന്താ പറയുക ഒരു ഏജിൻ്റെ കൺസേൺ ഇല്ലാതെ കൂടെ തന്നെ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഹ്യൂമൻ റൈറ്റ് ആയിട്ടാണ് കോടതി തന്നെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു കേസ് നെയിം എന്നുള്ളത് ഇവിടെ പെറ്റീഷണറുടെ പേര് പറയുന്നുണ്ട് ഹംസ നന്ദിനി നന്ദൂരി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേസ് നെയിം എന്നുള്ളത് എന്താ ഹംസ നന്ദിനി നന്ദൂരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഒരു രീതി നമുക്കൊന്ന് കാണാൻ പറ്റും. ഇതൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ രീതി നോക്കുമ്പോൾ ഫാക്റ്റായി അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് ആക്ച്വലി ആ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ആക്ച്വലി അഡോപ്ഷൻ എങ്ങനെയാണ് കോർട്ട് ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ എന്താ എക്സ്പ്രഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആ പാരൻസിന് ഒരു കൈൻഡ് ഓഫ് പേഴ്സണ് എന്താ ഒരു ചോയ്സ് ഉണ്ടാവണം, ഒരു ഓട്ടോണമി ഉണ്ടാവണം. കൈൻഡ് ഓഫ് എങ്ങനെയാണ് തൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് വേണ്ട രീതിയിൽ. അപ്പോൾ അഡോപ്ഷൻ ആ രീതിയിലാണ് കോർട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നെ വെച്ചാൽ എന്താ ഇമ്പോർട്ടൻസ് കോർട്ട് പറയുന്നുണ്ട് ഇമോഷണൽ ബോണ്ട് വിത്ത് ചൈൽഡ് ഹാസ് ടു ബി കോൺഷ്യസ്ലി നർച്ചേർഡ് ത്രൂ ടൈം, പ്രസൻസ്, സസ്റ്റെയിൻഡ് കെയർ ഗിവിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമും പ്രസൻസും ആ ഒരു കെയർ ഗിവിങ് ഒക്കെയാണ് ആ ഒരു മദർഹുഡിൽ വേണ്ടത്, ആ കൈൻഡ് ഓഫ് ആ പാരൻറ്ഹുഡിൽ വേണ്ടത് രീതിയിൽ. അങ്ങനെയാണ് ഇതിനെ കുറച്ചും കൂടെ കോർട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതി ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ തന്നെ വെച്ചാൽ എന്താ ആ ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെയാണ്
ആ ഒരു മദർഹുഡിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് കോർട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാം കോർട്ട് കണ്ടിട്ടുണ്ട് ആക്ച്വലി റെക്കഗ്നൈസ് പാറ്റേണിറ്റി ലീവ് സോഷ്യൽ ബെനിഫിറ്റ് കൂടെ വേണം. അത് ഒരു പാരന്റ്ഹുഡ് എന്നുള്ളത് ഒരാൾക്ക് വേണ്ടി മാത്രം ഡിവൈഡ് ചെയ്യാൻ പാടില്ലല്ല, ഈക്വലി രണ്ടാൾക്കാരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. പാരന്റ്ഹുഡ് എന്ന രീതിയിൽ കൈൻഡ് ഓഫ് എന്താ പറയുക പെർഫോംഡ് ബൈ വൺ പാരന്റ് അലോണോ ആയിട്ട് മാത്രം പാടില്ല രീതിയിൽ കോർട്ടിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ ആ കേസ് നെയിം പറഞ്ഞു, എന്താ ഹംസനന്ദിനി വേഴ്സസ് നന്ദൂരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, വേറെ എന്താണെന്ന് വെച്ചാൽ ആ സെക്ഷൻ ഏത് നമ്മൾ നോക്കിയാന്ന് വെച്ചാൽ സെക്ഷൻ 64 സോഷ്യൽ സെക്യൂരിറ്റി 2020 ആ ഒരു ഇതാണ് ലോ ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ എന്താ പറയുക അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് 12 weeks of leave for all legal adoptive or commissioning mothers regardless of the child's age. മുമ്പാണെങ്കിൽ എത്രയായിരുന്നു 3 months ആയിരുന്നു ഏജ് വരേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ആ ഒരു ലീഗൽ പ്രോസസ്സ് 3 months കൂടുതലൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടീൻ്റെ ഏജ് അവിടെ ശരിക്കും മാറ്റർ ചെയ്യുന്നില്ല. ആ രീതിയിലൊക്കെ ഒരു പെറ്റീഷൻ വന്നപ്പോഴാണ് കോർട്ട് ഇതിനെ കുറച്ചും കൂടി എക്സ്പാൻഡീവ് ആയിട്ടുള്ള വ്യൂവിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താ മദർഹുഡിന് കോർട്ട് പറഞ്ഞ വെച്ചാൽ എന്താ കെയർ ഗിവിങ് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആ രീതിയിലാണ് കോർട്ട് ഇതിനെ മദർഹുഡ് കാണുന്നത് തന്നെ. ഓക്കെ, ജസ്റ്റ് ഒരു ബയോളജിക്കൽ ആക്ട് ഓഫ് ചൈൽഡ് ബർത്ത് അല്ലാതെയാണ് കോർട്ട് ഇതിനെ കാണുന്നത്. ഓക്കെ, വേറെ ഇവിടെ നമ്മളൊരു നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു അതോറിറ്റി. ഇതെന്ന് വെച്ചാൽ കേര എന്നുള്ളതെന്ന് വെച്ചാൽ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ്. ഇത് ആക്ച്വലി ഈ ഒരു ഇതൊക്കെ ഒരു അഡോപ്ഷൻ ആ ഒരു കാര്യങ്ങൾ മെറ്റേണിറ്റി ലീവ് കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പാർട്ടായിട്ടുള്ള ബോഡീസ് കാര്യങ്ങളും കറക്റ്റേഷൻ നന്നായിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ നോട്ട് വെച്ചിട്ടുള്ളത്. CARA എന്ന് വെച്ചാൽ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് മിനിസ്ട്രിൻ്റെ അടിയിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അടിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കിന്ന് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത വെച്ചാൽ ആക്ച്വലി ഇതും ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ എന്താ മെറ്റേണിറ്റി ലീവ് ആ ഒരു അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ സെൻട്രൽ ആ ഒരു അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിക്ക് പറഞ്ഞില്ലേ, ആ രീതിയിലൊക്കെ കണക്ഷൻ ആയിട്ടുള്ള പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് കണക്ഷൻ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണിത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് വരുന്ന എന്താ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ട് കോൺടെസ്റ്റിനെ ഇവിടെ സംസാരിക്കുന്നതും. ഓക്കെ, ഇവിടെ കോർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഒരു കീവേഡ് ഉണ്ട് എന്താ കോർട്ട് പ്രയോറിറ്റൈസസ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ടുവേർഡ്സ് വർക്കേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനോട് ഹാജരായിട്ടുള്ള അഡീഷണൽ ആ ഒരു സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇങ്ങനെ എന്താ ഈ ഒരു സംഭവം എന്നുള്ളത് ഏജ് ലിമിറ്റ് എന്നുള്ളത് എന്താ ബാലൻസ് ബിറ്റ്വീൻ ദ റൈറ്റ്സ് ഓഫ് അഡോപ്റ്റീവ് മദേഴ്സ് ആൻഡ് ദ കൺസേൺസ് ഓഫ് എംപ്ലോയേഴ്സ് ആ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഏജ് ലിമിറ്റ് വെക്കണം ആ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷേങ്കിൽ കോർട്ട് പറഞ്ഞത് എന്താ ആക്ച്വലി ഇത് എന്നുള്ളത് എന്താ പറയുക വർക്കറിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യമാണ്, നീതിയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ബേസ്ഡ് അപ്രോച്ചിനാണ് കോർട്ട് ഇവിടെ പ്രയോറിറ്റൈസ് കൊടുത്തത്. ഓക്കെ, സെയിം ടൈം കോർട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താ ആ ഒരു എക്സ്പാൻസീവ് വ്യൂ ഓഫ് പാരന്റ്ഹുഡ് കൂടെ അഡ്രസ്സ് ചെയ്തു അല്ലേ. അപ്പം അങ്ങനെയാണ് എന്താ പറയുക യൂണിയൻ ഗവൺമെൻറ് അർജ് ചെയ്തുകൊണ്ട് എന്താ ഈ ഒരു പെറ്റേണിറ്റി ലീവിൻ്റെ സെഗ്മെന്റ് കൂടെ ഫോക്കസ് ചെയ്യണം, ആ രീതിയിൽ അതും കൂടി കാര്യങ്ങൾ ചെയ്യണ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായത് കോർട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ആ പെറ്റേണിറ്റി ലീവ് ആ ഒരു സംഭവത്തെയാണ് ഇവിടെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വെച്ചാൽ എന്താ കോർട്ട് ഇവിടെ പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് വെച്ചാൽ എന്താ ജഡ്ജ്മെന്റ് സീക്സ് ടു ചാലഞ്ച് ദ ജെൻഡർ ഡിവിഷൻ ഓഫ് കെയർ ലേബർ ബൈ ക്രിയേറ്റിംഗ് എ മീനിങ് ഓപ്പർച്യൂണിറ്റി ത്രൂ പെറ്റേണിറ്റി ലീവ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മുടെ സിസ്റ്റം തന്നെ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ആൾക്കാർ കുട്ടികളെ എന്താ പറയുക കെയർ ചെയ്യാനും സപ്പോർട്ട് കൊടുക്കാനും ആ ഒരു പാരൻ്റെ അല്ലാതെ മാറാനൊക്കെ ആ ഒരു സമയവും അവസരവും സ്റ്റേറ്റ് വഴി നമുക്ക് തരുമ്പോൾ ആ ഒരു ലോ വഴി നമുക്ക് തരുമ്പോൾ എന്താ ആൾക്കാർക്കൊരു റെക്കഗ്നേഷൻ ഉണ്ടാവും, ആ ഒരു അവയർനെസ് ഉണ്ടാവും, ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കർത്തവ്യമാണ്, ഒരു ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മീനിങ് ഫുൾ ഓപ്പർച്യൂണിറ്റി മാറുന്നുണ്ടാവും. അത് സെയിം ടൈം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പറഞ്ഞ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി 2016 ഒരു എന്താ പറയുക ഫോം മിനിസ്റ്ററിൻ്റെ കമൻ്റ് എന്ന് വെച്ചാൽ എന്താ ഫോർ എ മാൻ ഇറ്റ് വിൽ ബി ജസ്റ്റ് എ ഹോളിഡേ ഹി വോണ്ട് ഡു എനിത്തിങ്. മിനിസ്റ്റർ പറഞ്ഞു കേട്ടോ 2016 എന്താ ഒരു പെറ്റേണിറ്റി ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആണുങ്ങൾ എന്നുള്ളത് ആ ഒരു പേഴ്സൺ എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ജസ്റ്റ് ഹോളിഡേ മാത്രമേ കാണുക, പുള്ളി പ്രത്യേകിച്ച് കാര്യം ചെയ്യാനൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇവിടെ സോഷ്യൽ സ്റ്റിഗ്മ എന്നുള്ളത് എന്താ ആക്ച്വലി മെൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കൈൻഡ് ഓഫ് അവരെ ഒരു എല്ലാ മദറാണ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ളൊരു തോട്ടുള്ളത് കൊണ്ടാണ് ആക്ച്വലി
ആ രീതിയിൽ കമന്റ് തന്നെ നമ്മുടെ ഫോമർ മിനിസ്റ്റർ പറയാനുള്ള കാരണം കൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ആ സംഭവം കോർട്ട് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മീനിങ് ഫുൾ ഓപ്പർച്യൂണിറ്റി മാറുന്നുണ്ടാവും. ആക്ച്വലി അത് മാത്രമല്ല, ഒരു നഡ്ജ് തിയറി എന്ന് പറയും. നഡ്ജ് തിയറി എന്ന് വെച്ചാൽ ഈ ഇപ്പം പല നോംസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ആക്റ്റുകൾ ലോകൾ കൊടുക്കുമ്പോൾ അത് ആക്ച്വലി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ആൾക്കാർക്ക് തന്നെ സോഷ്യലായിട്ടുള്ള നോംസ്, ആചാരങ്ങൾ, കസ്റ്റംസ് ഒക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എന്നൊരു കാലഹരണപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ, അതൊരു ബിഹേവിയർ ചേഞ്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം നമുക്കറിയാം സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ വരുമ്പോൾ ആക്ച്വലി എന്താ പ്രധാനമന്ത്രി തന്നെ ആ രീതിയിലേക്ക് മുമ്പോട്ട് ഇറങ്ങിയിട്ട് സ്വച്ഛ് ഭാരതിന്റെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾ അടിച്ചു വരാനൊക്കെ വരുമ്പോൾ ആക്ച്വലി ആൾക്കാരുടെ ബിഹേവിയർ ചേഞ്ച് വന്നു. എന്താ പറയുക, ഈ സിവിക് സെൻസ് കൊണ്ടുവരേണ്ട കാര്യം, അത് മാത്രമല്ല ഒരു സ്ട്രീറ്റുകളൊക്കെ രീതിയിൽ അത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. ആ ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ട്, നഡ്ജ് തിയറി എന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചുകളുമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി തന്നെ എന്താ 15 days പെറ്റേണിറ്റി ലീവ് മെയിൽ ഗവൺമെന്റ് എംപ്ലോയീസിനുണ്ട്. എന്നുവെച്ചാൽ എന്താ ഒരു 6 മാസത്തിനുള്ളിൽ 15 ദിവസം ലീവ് ഒക്കെ എടുക്കാം. പക്ഷേ അത് ഒന്നും കൂടെ വൈഡൻ ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടൊരു പോളിസി ലെവൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ കോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ റെക്കഗ്നേഷൻ ഓഫ് ജെൻഡേർഡ് നേച്ചർ ഓഫ് കെയർ വർക്ക് ആൻഡ് ഡൊമസ്റ്റിക് ലേബർ ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് മെറ്റേണിറ്റി ലീവ് ആസ് എ മോഡ് ഓഫ് ജെൻഡർ ഇക്വിറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പെറ്റേണിറ്റി ലീവും കൊണ്ടുവരുന്ന രീതിയിലാണ് കോർട്ട് ഇവിടെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടൈം യൂസ് സർവേയുടെ കണക്ക് പ്രകാരം 15 to 59, ആ ഒരു 15 to 59 വയസ്സുള്ള ഇതിനകത്ത് 41% വുമൻ, അത് മാത്രമല്ല 21.4% ഓഫ് മെന്നാണ് ആ ഒരു കെയർ ഗിവിങ് വർക്കിൽ, ഹൗസ് ഹോൾഡ്സിൽ ആ ഒരു രീതിയിലേക്ക് എന്താ പറയുക പാർട്ടിസിപ്പേഷൻ രീതിയിലേക്ക് കണ്ടെത്തിയിട്ടുള്ളത്. എത്രയാണെന്ന് വെച്ചാൽ 41 എന്നുള്ളത് വുമനും സെയിം ടൈം 21.4 എന്നുള്ളത് മെന്നാണ് വരുന്നത്. അതിൽ തന്നെ പക്ഷെ കാര്യം എന്താ വെച്ചാൽ എന്താ, വുമൻ സ്പെൻഡ് ഓൾമോസ്റ്റ് ഡബിൾ ദ ടൈം ഓൺ സച്ച് ടാസ്ക്സ് ദ മെയിൽ കൗണ്ടർ പാർട്സിനെ കാട്ടിയും. ഓക്കെ, മെയിൽ ഇപ്പം കുറച്ചൊരു സമയമാണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ അല്ല അതിൽ കൂടുതൽ രീതിയിൽ സമയം വുമൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർസെൻറ്റേജ് ഡിഫറൻസ് മാത്രമല്ല, സെയിം ടൈം ആ ഒരു രീതിയിലുള്ള ടൈം ഡിഫറൻസ് ഒക്കെ രീതിയിൽ വുമൻ്റെ എഫേർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന രീതിയിലാണ് ഈ ഒരു സർവേ പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഇപ്പം പെറ്റേണിറ്റി ലീവ് കാര്യം പറഞ്ഞല്ലോ, ഇത് മറ്റു രാജ്യങ്ങളിലും ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് നോക്കുന്നതാണെങ്കിൽ ഈ സ്കാൻഡിനേവിയൻ കൺട്രി ആയിട്ടുള്ള സ്വീഡനിലൊക്കെ കാര്യമുണ്ട്. ആക്ച്വലി വെച്ചാൽ എന്താ പറയുക, അവിടെ ഒന്നുകൂടെ ആ ഒരു ഗ്യാപ്പൊക്കെ കുറച്ചുകൂടി ഡിഫറൻറ്റ് കുറവാണ്. മാത്രമല്ല മെൻ വുമൺ ഒക്കെ രീതിയിൽ ആ ഒരു ലീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ആ രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള OECD റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ആക്ച്വലി എന്താ പറയുക, പ്രൊമോട്ടിങ് ജെൻഡർ ഈക്വലിറ്റി ബട്ട് നീഡ് ടു ബി കംപ്ലിമെന്റഡ് ബൈ ചേഞ്ചസ് ഇൻ സോഷ്യൽ നോംസ്. ഓക്കെ, ഈ സോഷ്യൽ നോംസ് എന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത്, എന്താ ഒരു ബിഹേവിയർ ചേഞ്ച് നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇപ്പോൾ 2016 തന്നെ ആ ഒരു മിനിസ്റ്ററിന്റെ കമന്റ് കൂടെ ഇങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ, ഫോർ എ മാൻ ഇറ്റ് വിൽ ബി ജസ്റ്റ് എ ഹോളിഡേ, ഹി വോണ്ട് ഡു എനിത്തിങ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കി കഴിഞ്ഞാൽ എന്താ, പെറ്റേണിറ്റി ലീവ് എന്നുള്ള എന്തിനാ, ടു ഇൻവോൾവ് ഫാദേഴ്സ് ഇൻ കെയർ ഗിവിങ് കാര്യങ്ങൾ ആ ഒരു പാരൻറ്റ്ഹുഡ് രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താ, സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. മെൻ മേ വ്യൂ ഇറ്റ് ആസ് ജസ്റ്റ് എ ഹോളിഡേ അൺലെസ് സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ്. സൊസൈറ്റിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ മാറിയില്ല എങ്കിൽ മെൻ ഇതിന് ജസ്റ്റ് ഒരു സ്റ്റിഗ്മ, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഹോളിഡേ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു സ്വീഡനിലൊരു ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. അവിടെ ഒരു മാൻഡേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫാദർ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോൺ ട്രാൻസ്ഫറബിൾ ലീവ് സെറ്റപ്പ് ഉണ്ട്. യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ്. വെച്ചാൽ അവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ രീതിയിലാണ് സ്വീഡനിലെ ആ ഒരു കൈൻഡ് ഓഫ് ഇത് വരുന്നത്. ഓക്കെ, ലീവ് സെഗ്മെന്റ് വരുന്നത്. ഓക്കെ, വേറെ എന്താ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നഡ്ജ് തിയറി ഇൻ പോളിസി. ഓക്കെ, യൂസ് ലെജിസ്ലേഷൻ ടു ചേഞ്ച് ഡീപ്ലി എൻട്രൻഡ് സോഷ്യൽ നോംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്താ സോഷ്യൽ ആയിട്ടുള്ള നോംസ് കാര്യങ്ങൾ ആ ഒരു ബിഹേവിയർ ചേഞ്ച് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ആ ഒരു നഡ്ജ് തിയറി ആയിട്ട് കൈൻഡ് ഓഫ് ഇങ്ങനെയുള്ള സെഗ്മെന്റ്സ് കാര്യങ്ങൾ, പെറ്റേണിറ്റി ലീവ് കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അടുത്ത ആ ഒരു ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത വെച്ചാൽ ആക്ച്വലി നമ്മൾ പിന്നെ എങ്ങോട്ടേക്ക് വന്നു, വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് കാര്യങ്ങളിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വെച്ചാൽ ആക്ച്വലി എന്താ GS2IR വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് കൂടാതെ എനർജി സെക്യൂരിറ്റി കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുന്നതാണെങ്കിൽ റീസെൻ്റ്ലി എന്താ പറയുക കുറച്ച് അപ്ഡേറ്റ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ മാപ്പ് കണ്ടോ, ഇവിടെ മാപ്പ് കാണാൻ പറ്റുന്നില്ലേ? യെസ്, മാപ്പ് കാണുമ്പോൾ ശ്രദ്ധിക്കുക എന്താ
ഈ ഒരു ബ്ലൂ കളറിൽ ഹിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ US ഇസ്രയേലൊക്കെ ഹിറ്റ് ചെയ്ത ആ ഒരു സ്ഥലങ്ങളാണ്. റെഡ് കളർ ഹിറ്റ് ആയിട്ടുള്ളത് ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ ഇതാണ് ആക്ച്വലി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വരുന്ന ആ ഒരു പാസേജ്. അതിൻ്റെ ഒരു ക്ലോഷറൊക്കെയാണ് പലപ്പോഴുള്ള ഈ ഒരു സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് കാര്യങ്ങൾ, ഈ ഒരു എന്താ പറയുക എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ടാണ്? ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സൗത്ത് പാർസ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡ്, ഇത് ആക്ച്വലി ഇറാൻ ഖത്തർ ആ ഒരു ബോർഡറിനിടയിൽ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ആ സംഭവം, അവിടുത്തെ ഒരു ഓയിൽ ഫെസിലിറ്റീനെ ആക്ച്വലി ഇസ്രയേൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസൈൽ അറ്റാക്ക് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം കൈൻഡ് ഓഫ് റിറ്റാലിയേഷൻ രീതിയിൽ ആക്ച്വലി നമ്മുടെ ഇറാൻ എന്താ പറയുക, ഇവിടെ തന്നെ ഒരു റാസ് ലഫാൻ LNG ഫെസിലിറ്റി ഉണ്ട്, അവിടെ ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കോണ്ടസ്റ്റിലാണ് ഈ ഒരു എന്താ പറയുക ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അവിടെ പറയുന്നുണ്ട് റാസ് ലഫാൻ അറ്റാക്ക് ഡീപ്പൻസ് ദ ഇന്ത്യാസ് വറീസ് ഓവർ LNG. ഓക്കെ, അതാണ് ഒരു കാര്യം പറയുമ്പോൾ നമുക്കറിയാം. ഇപ്പം ആക്ച്വലി ഈ ഒരു LNG ഫെസിലിറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ മൊത്തം ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് നമുക്കറിയാലോ, ഇപ്പം ഇന്ത്യ അവിടെ നിന്നാണ് കൂടുതൽ LNG എന്താ പറയുക കൈപ്പറ്റുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ റീസൺ എന്നുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഇസ്രയേൽ ഹിറ്റ് സൗത്ത് പാർസ്. ഓക്കെ, അതിനുശേഷം എന്താ അത് എന്നുള്ളത് തന്നെ ഈ സൗത്ത് പാർസിലെ ആ ഒരു ഓയിൽ ഫെസിലിറ്റിയാണെന്ന് വെച്ചാൽ എന്താ പറയുക വേൾഡ്സ് ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡാണ് ആക്ച്വലി ആ ഒരു ഇവിടെ വരുന്നത്, ഇറാനിലെ വരുന്നത്. ഓക്കെ, പിന്നെന്താ ഇറാനിയൻ മിസൈൽസ് ആണെങ്കിൽ റിട്ടാലിയേഷൻ രീതിയിൽ ഖത്തറിലുള്ള റാസ് ലഫൻ ആ ഒരു സിറ്റിനകത്ത് അറ്റാക്ക് ചെയ്തു. അതാണെങ്കിൽ എന്താ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഫെസിലിറ്റി. ഓക്കെ, LNGയിൽ ആ ഒരു വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആ ഒരു ഗ്യാസ് ഫെസിലിറ്റിയാണ് ഈ റാസ് ലഫാൻ എന്നുള്ള ആ ഒരു സ്ഥലം, ഖത്തറിലുള്ള സ്ഥലം. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താണെന്ന് വെച്ചാൽ ഈ റാസ് ലഫാനിലാണ് ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് 1/5 ആ അത്രയും രീതിയിൽ LNG പ്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് ആ റാസ് ലഫാൻ ആ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല അതെന്ന് വെച്ചാൽ ഒരു 20% അറൗണ്ട് രീതിയിൽ അതിൻ്റെ ഒരു അക്യുമുലേഷൻ വരുന്നുണ്ട് റാസ് ലഫാൻ എന്നുള്ള ആ ഒരു പ്രൊഡക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ $100 പെർ ബാരൽ രീതിയിലേക്ക് നമ്മുടെ ഒരു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആക്ച്വലി 119 ഓക്കെ $119 പെർ ബാരൽ രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഈ ഒരു രീതിയിൽ 112 ഓക്കെ $112 രീതിയിലേക്ക് തിരിച്ചു വന്നു. ആ രീതിയിലാണ് ഇപ്പം നിൽക്കുന്ന ആ ഒരു പ്രൈസ് എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലകളും വാറിന് മുമ്പാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് 50% ഹയർ ആയിട്ടാണ് അത്രയും രീതിയിൽ എന്താ പറയുക പ്രൈസിൻ്റെ വോളറ്റിലിറ്റി കാര്യങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുമ്പോട്ട് പോകുന്നുണ്ട്. സെയിം ടൈം ഇവിടെ തന്നെ നമ്മുടെ ആക്ച്വലി ട്രംപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, ഇത് ആക്ച്വലി US അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇസ്രയേലാണ് അറ്റാക്ക് ചെയ്തത്. ഇസ്രയേൽ അറ്റാക്ക് ചെയ്തപ്പോഴെന്താ ആക്ച്വലി അവർ ഒന്നും അറിയാത്ത ഖത്തറിനാണ് പിന്നെ എടുത്ത് അറ്റാക്ക് ചെയ്ത ആ രീതിയിലൊക്കെ ട്രംപിൻ്റെ കൺസേണൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മനസ്സിലേക്ക് വെക്കുക അത്ര തന്നെ. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ആക്ച്വലി ഇവിടെ തന്നെ പറയുന്നത് എന്താ റാസ് ലഫൻ ഹിറ്റ് എന്നുള്ളത് പെർട്ടിക്കുലർലി സിഗ്നിഫിക്കൻ്റ് എന്നുള്ളത് ജസ്റ്റ് ഫോർ ഗ്ലോബൽ LNG ഫ്ലോ മാത്രമല്ല, ഓൾസോ ഫോർ ഇന്ത്യ എന്നുള്ള കൺസേൺ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് ഖത്തർ ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് LNG. ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ LNG ഇമ്പോർട്ട്സ് ടു മീറ്റ് റഫ്ലി ഹാഫ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഗ്യാസ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഖത്തർ എന്നാണ് എന്താ പറയുക LNG ഇന്ത്യ ഒരുപാട് വാങ്ങുന്നത് എവിടെ നിന്ന് വെച്ചാൽ ഏറ്റവും ലാർജസ്റ്റ് സോഴ്സ് എന്നുള്ളത് തന്നെ ഖത്തർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഖത്തറിലുള്ളതാണെങ്കിൽ ആക്ച്വലി വെച്ചാൽ ഇന്ത്യ അറൗണ്ട് 50% ആ ഒരു കൈൻഡ് ഓഫ് ഇതെന്ന് വെച്ചാൽ ഇന്ത്യ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ആ ഖത്തറിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താ പറയുക more than 2/5 of the country's LNG comes from Qatar and almost all of it from Ras Laffan. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ റഫ്ലി ഹാഫ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഡിമാൻഡും അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് LNGയിലാണ്. ഓക്കെ, സെയിം ടൈം ആ ഒരു 2/5 ഓഫ് ദി ആ ഒരു ഇത് വരുന്നത് വെച്ചാൽ ഖത്തറിൽ നിന്ന് വരുന്നത് മോസ്റ്റ്ലി നല്ല റാസ് ലഫാൻ. അതുകൊണ്ടാണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. കാര്യം റാസ് ലഫാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഇന്ത്യ അങ്ങോട്ട് വറി ചെയ്തിട്ടുണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്ച്വലി എന്താ പറയുക 2024-25 ഇന്ത്യ ഇമ്പോർട്ട് 27 മില്യൺ ടൺസ് ഓഫ് LNG. ഓക്കെ, അത് എന്നുള്ളത് എന്താ 11.2 മില്യൺ ടൺസിൻ്റെ ആണ് വരുന്നത്. ആക്ച്വലി വെച്ചാൽ എന്താ ടോട്ടലായിട്ട് LNG ഖത്തറിൽ പ്രൊഡ്യൂസ് ചെയ്ത ആ സമയത്ത് 77 മില്യൺ ടൺസ് പെർ ആനം ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയാ 11.2 മില്യൺ ടൺസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം 27 മില്യൺ ടൺസിൻ്റെ
ആക്ച്വലി നമ്മൾ 11.2 മില്യൺ എടുത്തു. ആക്ച്വലി വെച്ചാൽ 41.4% ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഖത്തർ എനർജി ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ എത്രയാ 77 മില്യൺ ടൺ പെർ ആനാണ്. ഓക്കെ, അത് മാത്രമല്ല ലാസ്റ്റ് വെച്ചാൽ 81 മില്യൺ ടൺ പെർ ആനൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഇന്ത്യ എന്നുള്ള രാജ്യം അവിടെ ഖത്തർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ കാര്യം വെച്ചാൽ അതുകൊണ്ടാണ് ഇവിടെ റാസ് അറ്റാക്ക് ഉണ്ടായപ്പോൾ ആക്ച്വലി ഇന്ത്യൻ്റെ മൊത്തത്തിൽ സപ്ലൈ ചെയ്യാനും ആ രീതിയിലൊക്കെ നമുക്കറിയാം പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഒരുപാട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഇന്ത്യ വൾനറബിൾ പൊസിഷനിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി എന്താ പറയുക, ഓവറോൾ ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്സ് ടു മീറ്റ് ഓവർ 88% ക്രൂഡ് ഓയിൽ റിക്വയർമെൻറ്റ്. 88. ഓക്കെ, സെയിം ടൈം 60% LPG നീഡ്സ്. അത് മാത്രമല്ല അറൌണ്ട് 50% നാച്ചുറൽ ഗ്യാസ് റിക്വയർമെൻറ്റ്. അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ആ ഒരു വെസ്റ്റ് ഏഷ്യ റീജിയനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്രയും ഡിപ്പെൻഡിങ് ആണ്. ആ ഒരു ക്രൈസിസ് വരുമ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്നതോറും ഇന്ത്യൻ്റെ മൊത്തത്തിലൊരു സപ്ലൈ ചെയിൻ, എനർജി സെക്യൂരിറ്റി, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് മൊത്തത്തിൽ ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. എന്താ, ഇസ്രായേൽ സൗത്ത് പാസ് അറ്റാക്ക് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് പിന്നെ റാസ് അറ്റാക്ക് ഉണ്ടായി. അവിടെയാണ് ആ ഒരു കാര്യം വരുമ്പോൾ 1/5 ഓഫ് ദ LNG പ്രൊഡക്ഷൻ എന്നുള്ളത് റാസ് എന്നാണ് വരുന്നത്. ഓക്കെ, 20% അറൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുന്നതാണെങ്കിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് പിന്നെയും കൂടി കുറഞ്ഞ രീതിയിൽ പോകാൻ വോളറ്റിലിറ്റി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എന്താ, ഇന്ത്യയുടെ വൾനറബിൾ പോർഷനുണ്ട്. കാര്യം വെച്ചാൽ 50% അറൗണ്ട് ടോട്ടൽ ഡിമാൻഡ് ഇന്ത്യ അവിടെ നിന്നാണ് എടുക്കുന്നത്, ഖത്തറിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ വെച്ചാൽ 41.4% ഇന്ത്യ LNG കംസ് ഫ്രം ഖത്തറാണ്. ഓക്കെ, അത് ആക്ച്വലി വെച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ഫ്രം ദി റാസ് ലഫാൻ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആക്ച്വലി റാസ് ലഫാൻ അറ്റാക്ക് എന്നുള്ളത് ഇപ്പോൾ ഇസ്രയേൽ, ഇറാൻ, US ഇഷ്യൂവിൻ്റെ പാർട്ടി വന്നതാണെങ്കിലും അത് ആക്ച്വലി നമ്മൾ ഇന്ത്യ രാജ്യത്തിനെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത വെച്ചാൽ ആക്ച്വലി എന്താ, GS3 എൻവയോൺമെൻറ്റ്, എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ, വാട്ടർ, ആ രീതി കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച് 22 എന്നുള്ളത് വേൾഡ് വാട്ടർ ഡേ ആണ്, ലോക ജലദിനം. അതിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ഇതിനൊന്ന് അഡ്രസ്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇന്ത്യൻ്റെ എന്താ പറയുക വാട്ടർ കൺസർവേഷൻ കാര്യങ്ങൾ, വാട്ടറിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ, ആ രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റ് ഇവിടെ ഏറ്റവും പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ, വിത്ത് സപ്ലൈ ചെയിൻസ് വെപ്പണൈസ്ഡ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫാസ്റ്റ് ബിക്കമിങ് ജിയോ പൊളിറ്റിക്കൽ ടൂൾസ്. എന്താ പറയുക, സപ്ലൈ ചെയിൻ വെപ്പണൈസ് ചെയ്ത് മാറിക്കൊണ്ട് ഈ എന്താ പറയുക ഇപ്പോൾ ഓരോ ഫിസിക്കൽ കാര്യങ്ങൾ, സപ്ലൈ കാര്യങ്ങളൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടൂൾസ് ആയി മാറുന്ന സാഹചര്യത്തിനകത്ത് വാട്ടർ എന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വാട്ടർ റിമൈൻസ് ദ വൺ റിസോഴ്സ് വി കനോട്ട് പ്ലാൻ പുവർലി. എന്താ പറയുക, ഫോർ ഇറ്റ്സ് ഇൻഫൈനൈറ്റ്, ലൈക്ക് ഫൈനൈറ്റ് കാണാൻ പറ്റില്ല. എന്താ പറയുക, ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ. ആ രീതിയിലാണ് ഇവിടെ ഒരു കോൺടെക്സ്റ്റിലാണ് ഈ ഒരു കാര്യം പറയുന്നത് വെക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേൾഡ് വാട്ടർ ഡേ ആണ്. നമ്മൾ ഇന്ത്യ നോക്കുന്നതാണെങ്കിൽ എന്താ പറയുക, ഇന്ത്യ ഹോൾസ് 18% ഓഫ് വേൾഡ് പോപ്പുലേഷൻ. പക്ഷേ എന്താ, ആകെ ഇന്ത്യയിൽ 4% മാത്രമാണ് ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ അവൈലബിലിറ്റി എന്നുള്ളത് 1516 ക്യൂബിക് മീറ്റേഴ്സ് ആയിരുന്നു 2001. അത് പിന്നീട് 1486 ആയി മാറി 2021. ഇങ്ങനെ പോകുന്നതാണെങ്കിൽ 2050 അത് ആക്ച്വലി ത്രഷോൾഡ് ആയിട്ടുള്ള ഒരു 1000 ക്യൂബിക് മീറ്റർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന രീതിയിൽ ക്ലൈമറ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ, നമ്മുടെ സോയിലിൻ്റെ ഒരു കാർബൺ കപ്പാസിറ്റി കാര്യങ്ങൾ, അതൊക്കെയാണ് കുറഞ്ഞതൊക്കെയാണ് ഇത് പ്രശ്നങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നത് വെച്ചാൽ ആക്ച്വലി എന്തൊക്കെ ചെയ്യാൻ രീതിയിൽ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ, റോഡൻ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർ വാട്ടർ ആക്ച്വലി റിസൈഡ്സ്. നമ്മൾ പലപ്പോഴും നമ്മൾ പൊതു ലിസ്റ്റിംഗ് കാര്യങ്ങൾ വന്നതെന്ന് വെച്ചാൽ ബ്ലൂ വാട്ടർ എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ റിവർ, ലേക്ക്, ഓഷൻ, ആ രീതിയിലൊക്കെ അക്യുഫേഴ്സ് കാര്യങ്ങളൊക്കെ രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പോളിസി റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആക്ച്വലി വെച്ചാൽ എന്താ, ഗ്ലോബലി അറൌണ്ട് 60% റെയിൻഫോൾ സ്റ്റോർഡ് ഇൻ സോയിൽ. ഓക്കെ, അങ്ങനെയാണ് ഗ്രീൻ വാട്ടർ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി സോയിൽ തന്നെയാണ് സംഭവം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള പ്രാക്ടീസുകൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മാത്രമേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങളെ ഈ ഒരു വാട്ടർ ആ ഒരു റിസോഴ്സിനെ സംരക്ഷിക്കാൻ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹെൽത്തി സോയിൽ ഓർഗാനിക് കാർബൺ ഈസ് ദ ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം അവൈലബിൾ ടു us. എന്തൊക്കെയാണ് ഇപ്പോൾ കെമിക്കലായിട്ടുള്ള ഫാമിംഗ് കാര്യങ്ങൾ ഒഴിവാക്കുക, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം സെയിം ടൈം റീജനറേറ്റീവ് പ്രാക്ടീസുകൾ ഇപ്പോൾ എന്താ പറയുക, മൾച്ചിങ്, ആ ഒരു നോട്ടിൽ ഫാമിങ്, കവർ ക്രോപ്പിംഗ്, അതൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മൾച്ചിങ് എന്നുള്ളതൊക്കെ വെച്ചാൽ PVK ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കാര്യം മനസ്സിലാക്കുക. പിന്നെന്താ, നാഷണൽ വാട്ടർ ഗ്രീൻ വാട്ടർ മിഷൻ രീതിയിൽ ആ ഒരു പ്രൊക്യൂർമെൻറ്റ് പോളിസീസ് കാര്യങ്ങൾ, വാട്ടർ എഫിഷ്യൻ ക്രോപ്സുകൾ കാര്യങ്ങൾ, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി
കൺഫ്രണ്ട് ദ ഡിസ്റ്റോർഷൻസ് എംബേർഡ് ഇൻ അഗ്രികൾച്ചർ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ അറൗണ്ട് നിയർലി 90% വാട്ടറും അഗ്രികൾച്ചർ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ച്വലി വരുമ്പോഴാണ് പക്ഷേ പ്രൊഡക്ടിവിറ്റി നോക്കുമ്പോൾ എത്രയാണ് $0.52 പെർ ക്യൂബിക് മീറ്ററേ വരുന്നുള്ളൂ. ഓക്കെ, നോക്കുന്നതാണെങ്കിൽ 1/3 ഓഫ് ചൈനയെ വരുന്നുള്ളൂ. ചൈന നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട് അത്രയും കൈൻഡ് ഓഫ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. വേറെ കാര്യം വെച്ചാൽ ഷിഫ്റ്റിംഗ് ഓഫ് എന്താ പറയുക റൈസ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മാറ്റി കുറേയൊക്കെ നമുക്കൊരു മില്ലറ്റും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതൊന്നാമത് എന്താ പറയുക ന്യൂട്രിയൻ റിച്ച് ആക്കി മാറ്റി നമുക്ക് കുറച്ച് വാട്ടർ നമുക്ക് യൂസ് ചെയ്താൽ മതി. ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടോ ആയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ജസ്റ്റ് 3.6 million hectares ഫ്രം റൈസ് ടു മില്ലറ്റ്സ് ആൻഡ് പൾസസ് കുഡ് സേവ് എന്താ പറയുക 29 billion cubic meters ഓഫ് വാട്ടർ ആനുവലി. ഓക്കെ, അത് ആക്ച്വലി ഇത്രയും വാട്ടർ സേവ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് എന്താ പറയുക വാട്ടർ എഫിഷ്യൻ്റ് ക്രോപ്സുകളാണല്ലേ. അത് മാത്രമല്ല എന്താ വരുന്നത് ഈ ഒരു ന്യൂട്രീഷൻ എൻവയോൺമെൻറ്റൽ റിലീഫ് സേവിങ്സും സബ്സിഡീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലൂടെ സംസാരിക്കുന്നത്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സർക്കുലർ എക്കണോമി രീതിയിൽ എന്താ പറയുക ആ ഒരു വാട്ടർ ഓൺലി 28% അർബൻ യൂസ്ഡ് വാട്ടർ ഇസ് ട്രീറ്റഡ് ടുഡേ. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി ഇൻകം വൈസ് നോക്കുകയാണെങ്കിൽ ബെറ്ററായി ചെയ്യാൻ പറ്റും. കാര്യമല്ല എന്താ പറയുക കുറച്ചും കൂടി ആ ഒരു ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു യൂസ് കേസും കാര്യങ്ങളും മുമ്പോട്ട് കൂടുന്നുണ്ടോ. ഇവിടെ പറയുന്നുണ്ട് എന്താ ബട്ട് ട്രീറ്റഡ് യൂസ്ഡ് വാട്ടർ എക്കണോമി കുഡ് അൺലോക്ക് എ മാർക്കറ്റ് വർത്ത് റുപ്പീസ് എത്രയാണ് 3.2 lakh crore ബൈ 2047. ആ രീതിയിൽ കൂടാതെ ക്രിയേറ്റ് ഒരു 1 lakh ന്യൂ ജോബ്സ്. ആ രീതിയിൽ നമുക്ക് ഒരു വാട്ടറിൻ്റെ കൺസപ്ഷൻ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും ആ ഒരു എക്കണോമി ലെവലായിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും സെറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലൂടെ സംസാരിച്ചേ. പിന്നെന്താ വെച്ചാൽ ആക്ച്വലി എന്താ ആ ഒരു റീഇൻവെസ്റ്റ് സിറ്റീസ് ആസ് സ്പോഞ്ചസ് റാദർ ദാൻ കോൺക്രീറ്റ് തിങ്സ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ സെറ്റപ്പുകൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക ആ ഒരു സ്പോഞ്ച് രീതി വാട്ടർ അബ്സോർബ് രീതിയിലേക്ക് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കൂടുതൽ ലാസ്റ്റ് വെച്ചിട്ട് എന്താ പറയുക ഫൈനൽ റിഫോം വാട്ടർ ഗവേണൻസ്. ആ ഒരു രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഇംപ്ലിമെൻറ്റ് ട്രാൻസ്പെറൻറ്റ് വാട്ടർ അക്കൗണ്ടിങ് ആ എൻഫോഴ്സ്മെൻറ്റ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ രീതിയിൽ വാട്ടറിൻ്റെ ആ ഒരു ഗവേണൻസ് കാര്യങ്ങൾ സ്ട്രക്ചറൽ രീതിയിൽ ബെറ്റർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, അതവിടെ പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് 18% ഗ്ലോബൽ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ എന്താ പറയുക 4% മാത്രം അതിൻ്റെ ഒരു ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി വരുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ മനസ്സിലാക്കുക നമ്മൾ. ഓക്കെ, പിന്നെ നമ്മൾ അവർ പറഞ്ഞു ആ ഒരു സ്കാർസിറ്റി ത്രെഷോൾഡ് എന്നുള്ളത് 1000 cubic meter പെർ ആ ഒരു 50 വരെ ആകുമ്പോഴേക്കും ആ രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഓക്കെ, വേറെ എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു 90% വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഫാമിങ്ങിന് വേണ്ടി. പക്ഷേ എന്താ 0.52 പെർ ക്യൂബിക് മീറ്റർ മാത്രമാണ് ഡോളർ പ്രൊഡക്ടിവിറ്റി വരുന്നുള്ളത്. ആക്ച്വലി ചൈനയെക്കാട്ടി കുറച്ചും കൂടി കുറവാണ് നമ്മുടെ വാല്യൂ എന്നുള്ളത്. ഓക്കെ, പിന്നെന്താ 3.6 million tons ആയിട്ടുള്ള ഹെക്ടർ ആയിട്ടുള്ള റൈസ് എന്നുള്ളത് നമ്മൾ മാറിയിട്ട് മില്ലറ്റ് ഓർ പൾസറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്താ സേവ് 29 billion cubic meters ആനുവലി. ആ ഒരു വാട്ടർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, വേറെ അതല്ലാതെ എന്താ പറയുക ആ ഒരു 28% അർബൻ യൂസ്ഡ് വാട്ടർ മാത്രമേ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് മാറി കുറച്ചും കൂടി ബെറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കുറച്ചും കൂടി അൺലോക്ക് 3.2 lakh crore മാർക്കറ്റ് ബൈ 2047. ഓക്കെ, ആ രീതിയിൽ ബെറ്റർ ആയിട്ട് ഈ ഒരു വാട്ടറിനെ ഒരു സ്കാർസിറ്റി ആ ഒരു റിസോഴ്സ് കണ്ടുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. അടുത്ത വെച്ചാൽ ആക്ച്വലി എന്താ നമ്മുടെ വുമൺ ആൻഡ് ട്യൂബർക്ലോസിസ്. ഓക്കെ, ആ രീതിയിലെ കാര്യം പറയുന്നത് ഇവിടെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഇന്ത്യ ബേസ് 25% ഓഫ് ദി വേൾഡ് TB ബർഡൻ. ഓക്കെ, പക്ഷെ എന്താ പറയുക നമ്മുടെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇവിടെ തന്നെ റിപ്പോർട്ട്സ് പറയുന്നുണ്ട് ആക്ച്വലി കറൻ്റ്ലി ഇന്ത്യ ബേസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ട്യൂബർക്ലോസിസ് ബർഡൻ. ഓക്കെ, സെയിം ടൈം എന്താ പറയുക ഇവിടെ പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഗ്ലോബൽ TB റിപ്പോർട്ട് 2025 പ്രകാരമാണ്. അതിൽ തന്നെ പറയുക വെച്ചാൽ 25% കൂടുതൽ കേസുകൾ ഇവിടെ നിന്നാണ് വരുന്നത്. സെയിം ടൈം എന്താ പറയുക 2.7 million ന്യൂ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു ഓവർ 3 lakh ഡെത്തുകൾ 2024 ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ 2015 തൊട്ട് 2024 നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഡ്രോപ്പ്ഡ് ബൈ 21% ആയിട്ട് ആ ഒരു ഡിക്ലൈനിങ് റേറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എഫേർട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ചെയ്യാൻ പറ്റി നമുക്ക്. ഓക്കെ, കൂടാതെ എന്താ ആ ഒരു പീപ്പിളിൻ്റെ അവർ നോക്കുകയാണെങ്കിൽ 2024 35% വുമനാണ് വരുന്നത്. ഓക്കെ, ബാക്കി 54 ഒരു
മെന്നും, പിന്നെ അതല്ലാതെ എന്താ പറയുക 11% ചിൽഡ്രൻ യങ് അഡോൾസൻസാണ് വരുന്നത്. ഇതിൽ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ എന്താ, നമ്മുടെ 3:1 മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ മാസീവ് ഒരു അണ്ടർ ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഡയഗ്നോസ്റ്റിക്കൽ ബയാസും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ, വുമൺ ആൻഡ് ട്യൂബർക്ലോസിസ് ആസ് സ്റ്റോറി, ഡിപ്രിവേഷൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡെപ്റ്റ്. അതുകൊണ്ട് തന്നെ സോഷ്യലായിട്ടുള്ള പല നോംസുകളും കാര്യങ്ങൾ, ആ ഒരു കൺസേൺസ്, സ്റ്റിഗ്മാസുകൾ ഉള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ആ ഒരു വുമൻ ആയിട്ടുള്ള ആ ഒരു സംഭവം സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഇത് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ രേഖ എന്നുള്ള സ്റ്റോറി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ, അവർ ആ ഒരു ക്ലോസ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ അവർ ഉപേക്ഷിച്ചു. സെയിം ടൈം ആ രീതിയിലൊക്കെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് വന്നത്. ആക്ച്വലി ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരെ ഫാമിലി ഇതിനെ ആ ഒരു അബാൻഡൻ ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു വുമൻ രീതിയിൽ ഈ സൊസൈറ്റിനകത്ത് ഈ ഒരു ക്ഷയം രോഗമൊക്കെ വരുമ്പോൾ, ഈ TB രോഗം വരുമ്പോൾ ഭയങ്കര രീതിയിൽ ആ ഒരു കൺസേൺസും കാര്യങ്ങളും ആ ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താ പറയുക, WHO റിപ്പോർട്ട് പ്രകാരം ആക്ച്വലി എന്താ 3:1 റേഷ്യോയിലാണ് അവിടെ വരുന്നത്, മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ EPTB, എക്സ്ട്രാ പൾമണറി TB, ഓക്കെ, ആ ഒരു രീതിയിൽ ഡയഗ്നോസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ആക്ച്വലി ഇത് ബാധിക്കുന്നത് പർട്ടിക്കുലർലി കൺസേണിങ് ഫ്രോം ജെനിറ്റൽ ഓർ റീപ്രൊഡക്റ്റീവ് ട്യൂബർക്ലോസിസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സബ്ഫെർട്ടിലിറ്റി, അതല്ലാതെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കാര്യങ്ങളൊക്കെ വുമൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2023 EPTB എന്നുള്ളത് എത്രയാ 24% രീതിയിലേക്ക് നോട്ടിഫൈഡ് കേസുകൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രശ്നം എന്താ, ഈ ഡബിൾ ബർഡൻ എന്നുള്ളതാണ്. ഡബിൾ ബർഡൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, വുമൻ ഫേസ് ബോത്ത് ഫിസിയോളജിക്കൽ ഡിസീസ്, സെയിം ടൈം എന്താ അവരത് കൂടാതെ സോഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. എന്താ, അബാൻഡൻ ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ബർഡൻ രീതിയിലൂടെ നോട്ട് ചെയ്യുക കീവേഡ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് വെച്ചാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. ഇപ്പോൾ ഇൻഫോർമൽ സെക്ടറായിട്ടുള്ള വുമൻ ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, കുറച്ചും കൂടെ അത് പിന്നീട് ഒരു സൈക്കിളായിട്ട് പോവുക ചെയ്യുന്നത്. പോവർട്ടി, അവർക്കൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ലോസ് ആകുന്നുണ്ട്, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു ലീക്കി ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ഒരു സർക്കിളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ, ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി നമ്മൾ ആ ഒരു TB മുക്ത് ഭാരത് അഭിയാനൊക്കെ നമ്മൾ ആ ഒരു 2024 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്, പ്രൊജക്റ്റാണ്. അതിൻ്റെ ബേസ്ഡ് ഒരു AI പവേർഡ് ആയിട്ട് രീതിയിലൊക്കെ ആ ഒരു സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ രീതിയിലൂടെ അപ്ഡേറ്റ് പറയുന്നുണ്ട്. ഇവിടെ മെയിൻലി കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വുമൻ എന്നുള്ളത് ആ ഒരു സോഷ്യലായിട്ടുള്ള ഒരു സ്റ്റിഗ്മയും ഡിസ്ക്രിമിനേഷനെ കൊണ്ടുകൊണ്ട് പല രീതിയിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം അത് മാത്രമല്ല, അവർക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു എന്താ പറയുക ജോബ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. അവർക്കത് മാത്രമല്ല, ആ ഒരു സോഷ്യലായിട്ട് കാണുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്, ഫാമിലി ആയിക്കൂടെ ഫ്രണ്ട്സ് ആയിക്കൂടെ. ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ രോഗം എന്നുള്ളത് വുമനെ കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ ബാധിക്കുന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ലാസ്റ്റ് പ്രിലിംസ് സ്നിപ്പെറ്റ്സ് ആണ്. ഇതിൽ നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ അംബേദ്കർ റോള് പ്രിലിംസ് GS വരുന്ന കാര്യമാണ്. ഓക്കെ, ഇത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ ടൈറ്റിൽ തന്നെ പറയുന്നത് ബിഫോർ സാൾട്ട് ദർ വാസ് വാട്ടർ, വൈ മഹാസത്യാഗ്രഹ ഡിസേർവ്സ് ഇറ്റ്സ് സെന്റിനറി. ഓക്കെ, സെന്റിനറി വെച്ചാൽ എന്താ പറയുക, 100th സെലിബ്രേഷൻ രീതി, നല്ല രീതിയിൽ സെലിബ്രേഷൻ രീതി ചെയ്യുന്ന രീതിയിൽ പറയുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ബിഫോർ സാൾട്ട് പറയുന്നത് എന്താ 1930 നമ്മൾ എന്തായിട്ടുള്ളത് സാൾട്ട് സത്യാഗ്രഹ ഗാന്ധിജി ചെയ്ത കാര്യം. പക്ഷെ അതിന് മുമ്പ് തന്നെ 1927 നമ്മുടെ ആക്ച്വലി അംബേദ്കർ മഹാസത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവം എന്താണെന്ന് പറയുന്നത് ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് ചെയ്തതും പുള്ളിക്കാരൻ പണ്ട് ഈ മഹാർ എന്നുള്ള ജാതിയിൽ പെട്ട ഒരാളാണ്. പക്ഷെ ആ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട് അംബേദ്കറിൻ്റെ രീതിയിൽ തന്നെ. പുള്ളിക്കാരൻ ആ ഒരു സ്കൂൾ പഠിക്കുമ്പോഴാണെങ്കിലും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ, അൺടച്ചബിലിറ്റി കാര്യങ്ങളായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫേസ് ചെയ്ത കാര്യം വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു പ്യൂണാണ് അവർക്ക് വെള്ളം എടുക്കാനുള്ള ഒരു ആക്സസ് ഉണ്ടായിട്ടില്ല. വെള്ളം ആ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാർ എടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴെന്താണെന്ന് വെച്ചാൽ പുള്ളിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്യൂൺ എന്നുള്ള ആളായിരിക്കും ആ ഒരു പൂജ എന്നുള്ള വെള്ളം എടുത്തിട്ട് അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവുക. അപ്പം ആ രീതിയിലാണ് അവർ
കാര്യം അവർ തൊട്ടിട്ട് ആ ഒരു വെള്ളം അശുദ്ധാക്കാൻ പാടില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ആ ഒരു ഡിസ്ക്രിമിനേഷനും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അംബേദ്കർ ചെറുപ്പത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അംബേദ്കർ മാത്രമല്ല, ആ ഒരു കമ്മ്യൂണിറ്റി പെട്ടുള്ള ഒരുപാട് ആൾക്കാർ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ രീതിയിൽ 1927 മാർച്ച് 20 എന്ത് ചെയ്തു, ആ ഒരു മഹാദ് എന്ന സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ മഹാദ് എന്ന സ്ഥലത്ത് എന്താ ചെയ്തിട്ടുള്ളത്, ആക്ച്വലി ചവ്ദാർ ടെയിൽ എന്നൊരു തടാകമുണ്ട്. അവിടെ പോയിട്ട് പബ്ലിക്കായിട്ട് അവരെല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക ചെയ്തത്. ഓക്കെ, അത് കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടസ്റ്റ് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ കാര്യം എന്ന് വെച്ചാൽ ഇത് പർട്ടിക്കുലർ ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട് 1923 ഓക്കെ, ഒരു SK ബോലെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ രീതിയിലുള്ള റെസൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതിലെന്ന് പറയുന്നത് വെച്ചാൽ ഡിപ്രസ് ക്ലാസ്സിനെ അലോ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അവർക്കും കുടിക്കാൻ രീതിയിൽ പറയുന്നത് കാര്യം. പബ്ലിക് ആയിട്ടൊരു മുനിസിപ്പാലിറ്റി കേസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ടാങ്ക് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് പക്ഷെങ്കിൽ പുള്ളി പോയത്. പക്ഷെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്രൊട്ടസ്റ്റ് ഉണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് പിന്നീടാണെങ്കിൽ 1937 മാർച്ച് 17 ആക്ച്വലി എന്താ പറയുക, ജസ്റ്റിസ് ബ്രൂംഫീൽഡും NJ വാർഡിയെ കൂടെ കൈൻഡ് ഓഫ് എന്താ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്ത് കറക്റ്റാണ്. സെയിം ടൈം ഒരു പ്രശ്നമില്ല, അതെല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് വെള്ളം രീതിയിലേക്ക് കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത്രയും 10 വർഷം എടുക്കേണ്ടി വന്നു ആ ഒരു കാര്യം ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ആക്ഷൻ കാണാൻ വേണ്ടി സൊസൈറ്റിയിൽ ഒരു പ്രശ്നം പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്താ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു ആക്ച്വലി ആർട്ടിക്കിൾ എന്നുള്ളത് കമ്പയർ ചെയ്യുന്നത് സാൾട്ട് വേഴ്സ് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, 2 ലീഡേഴ്സ് ആണെങ്കിലും ഗാന്ധിജിയാണ് സാൾട്ട് സത്യാഗ്രഹ ലീഡ് ചെയ്തത്, അംബേദ്കർ ആണ് വാട്ടർ ബേസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ലീഡ് ചെയ്തത് മഹാസത്യാഗ്രഹ. ഈ എന്താ പറയുക ആൾക്കാരുടെ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ആവശ്യ സർവൈവലിന് വേണ്ട കാര്യമാണ്. സാൾട്ട് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും അല്ലേ. സാൾട്ട് ആവശ്യമെങ്കിൽ ആക്ച്വലി വെച്ചാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒപ്രസർ കാര്യങ്ങൾക്കെതിരെയാണ് സാൾട്ടിൻ്റെ സത്യാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഈ ഒരു മഹാസത്യാഗ്രഹം എന്നുള്ളത് ഇന്ത്യൻ ലൈനിലെ കാസ്റ്റ് പ്രശ്നങ്ങൾ, അൺടച്ചബിലിറ്റി അതിനെതിരെയായിരുന്നു, ആ ഒരു കസ്റ്റംസിനെതിരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കമ്പാരിസൺ പറയുന്നുണ്ട്. ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ പുള്ളിക്കാരൻ അംബേദ്കർ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 15 എന്നാ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ അല്ലേ. ഇപ്പോൾ കാസ്റ്റിൻ്റെ ബേസിലൊക്കെയുള്ള ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യണം, അവർക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടാവണം, വെൽസ് ടാക്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 15 എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ബേസിൽ വരുന്നൊരു ഒരു മഹാസത്യാഗ്രഹത്തിൻ്റെ ഒരു മൂല്യങ്ങളുള്ള രീതിയിലൊരു ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ എന്താ അബോളിഷ് അൺടച്ചബിലിറ്റി അത് വരുന്ന ആർട്ടിക്കിൾ 17 ആണ്. അതൊക്കെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി 99 ഇയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ മാർച്ച് 20 ഇപ്പോൾ ഇന്നലെ തൊട്ട് ആക്ച്വലി ഈ ഒരു വർഷം എന്നുള്ളത് 100th വർഷമാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, ആ സെലിബ്രേഷൻ കാര്യങ്ങൾ, സെൻറ്റിനറി സെലിബ്രേഷൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ന്യൂസിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കുന്നതാണെങ്കിൽ ഇവിടെ പറയാം എന്താ ഡേറ്റ് 20th മാർച്ച് ആണ് 1927. ഓക്കെ, സെന്നറി സ്റ്റാർട്ട്സ് ഫ്രം മാർച്ച് 20. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡേ എന്നുള്ളത് സോഷ്യൽ എംപവർമെൻറ്റ് ഡേ ആയിട്ട് 2003 തൊട്ട് ഗവൺമെൻറ് ആചരിക്കുന്നുണ്ട്, മാർച്ച് 20 എന്നുള്ളത്. ഓക്കെ, വേറെ ഇവിടെ പറയുന്നത് ബോലെ റെസൊല്യൂഷനാണ് ഇവിടെ വരുന്നത്, കൺസേൺ റെസൊല്യൂഷൻ 1923. ഓക്കെ, വേറെ എന്താ ചവ്ദാർ ടെയിലാണ് ആ ഒരു റിലേറ്റഡ് ലേക്ക് എന്നുള്ളത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുന്ന ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 17 ആണ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കെന്നാൽ റീക്യാപ്പിലേക്ക് നോക്കാം. നമ്മൾ കുറച്ച് ആർട്ടിക്കിൾസ് പറഞ്ഞു. ഓക്കെ, സമയം എടുത്തു. ഇതിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ GLP ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ആ ഒരു സമാഗ്ലൂട്ടേഡ് ആ ഒരു ഇതിൻ്റെ പാറ്റൻറ്റ് എക്സ്പയർ ചെയ്തു. അപ്പോൾ സെയിം ടൈം അതിൻ്റെ ഒരു ആൾക്കാർക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിന് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ആ മെറ്റേണിറ്റി ലീവിൻ്റെ റിസ്റ്റോറിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അഡോപ്ഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൺസേൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത് ആ മെറ്റേണിറ്റി ലീവ് കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാരൻ്റൽ ലീവിൻ്റെ രീതിയിൽ പെറ്റേണിറ്റി ലീവിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഫാദേഴ്സിൻ്റെ ഇൻക്ലൂഷൻ വരുന്നത്, ഒരു നഴ്സ് തിയറി രീതി എങ്ങനെയാണ് ഒരു സോഷ്യൽ നോംസിനെ മാറ്റിക്കൊണ്ട് പെറ്റേണിറ്റി ലീവ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ആക്ച്വലി പറഞ്ഞ റാസ് ലഫാൻ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. റാസ് ലഫാൻ എന്നുള്ള സംഭവം ആക്ച്വലി ഒരു ഗ്ലോബലായി സപ്ലൈ ചെയിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ ഓയിൽ സപ്ലൈ ആണ്. എന്തുകൊണ്ടാണ് കാര്യം വെച്ചാൽ ഇന്ത്യ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള LNG എന്താ പറയുക ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഖത്തറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന അതിന് ഓൾമോസ്റ്റ് 2/3 2/5 രീതിയിൽ വരുന്നതും റാസ് ലഫാൻ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവം ഇന്ത്യ അത്രയും വറി ചെയ്യുന്നുണ്ട് ആ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ. ഓക്കെ,
പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ആക്ച്വലി ഇതൊരു പറഞ്ഞ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ വാട്ടർ ഡേ ആണ് March 22. അതിൻ്റെ ഒരു കൺസേണിൽ ഇപ്പോൾ വാട്ടർ ഒരു എന്താ പറയുക ഫൈനൈറ്റ് റിസോഴ്സ് ആണ്. ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ആൾക്കാർക്ക് ഇത് പലപ്പോഴും സ്കാരി റിസോഴ്സ് ആയതുകൊണ്ട് സ്കാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ 4% മാത്രമേ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി ഉള്ളൂ. ആ രീതിയിലൊക്കെ ഒരു പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ. ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അതിനൊരു ബെറ്റർ ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടാവണം നമ്മളൊരു അപ്രോച്ചിൽ വാട്ടറിൻ്റെ കൺസേൺ നോക്കുന്നതാണെങ്കിൽ. ആ രീതിയിൽ നമ്മൾ സംസാരിച്ചേ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ വെച്ചാൽ വുമൺ ആൻഡ് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റഡി കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ, ഇപ്പം ആക്ച്വലി കൺസേൺസ് കാര്യങ്ങൾ, അവരെങ്ങനെയൊക്കെയാണ് സോഷ്യലായിട്ടുള്ള സ്റ്റിഗ്മ ഫേസ് ചെയ്യുന്നത്, അവർ മാത്രം ഡബിൾ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി മഹാസത്യാഗ്രഹം പറഞ്ഞുകൊണ്ട് അംബേദ്കറിൻ്റെ റോളിൽ കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, റെസൊല്യൂഷൻ കാര്യങ്ങൾ കൂടെ സംസാരിച്ചു. ഓക്കെ, ഇതൊക്കെ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും മഹാസത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ. സോ നമുക്കെന്നാൽ അടുത്ത ഒരു സെഷനായിട്ട് ഒരു ദിവസം കാണാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് IDNA. ബൈ ബൈ.